ഹലോ ഗൈസ്, വെൽക്കം ടു മൈ മിനി വ്ളോഗ്സ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 1 വീക്കിലെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. സോ ഈ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തണം എന്നുള്ള ആളുകൾ മാത്രമേ കാണാവൂ. ബാക്കിയുള്ളവർ കണ്ടാൽ ഇത് ബോറടിക്കും. അതുപോലെ എന്താ പറയുന്നത്, ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ കുറച്ച് ടൈം നീണ്ടുപോകും. സോ താല്പര്യം ഉള്ളവർ ഇരുന്ന് കാണുക, ക്ഷമയോടെ കാണുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. സോ എല്ലാ വീക്കിലും ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ. പിന്നെ ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് ഒരു 1 വീക്കിൽ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു പ്രോമിസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ലാസ്റ്റ് വീക്കിൽ ഓണം കഴിഞ്ഞുള്ള ഒരു മന്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുറച്ച് തിരിച്ചു വരാനായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആഘോഷങ്ങളെല്ലാം കഴിയുമ്പോൾ അറിയാമല്ലോ, തിരിച്ച് പെട്ടെന്ന് ഡയറ്റിലോട്ട് കയറി വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നു, അതുപോലെ ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മൾ തിരിച്ചു വരാൻ. പക്ഷേ ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരിക്കലും നമ്മൾ ഫിറ്റ്നസ് ജേർണി ഒരു 10 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെന്ന് കരുതി അവസാനിച്ചു എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. ഇതൊരു 10 ദിവസം കഴിഞ്ഞു, ഓക്കെ. കഴിഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അത് വിടുക. നിങ്ങൾ നാളെ മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലരുണ്ട് 10 ദിവസം പോയെന്ന് പറഞ്ഞ് പിന്നെ ഫിറ്റ്നസ്സിനെ കുറിച്ച് ചിന്തിക്കത്തില്ല, ടെൻഷനായി, പിന്നെ നിർത്തലായി, പിന്നെ വീണ്ടും പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോക്കായി. സോ ഞാനും ഈ ഒരു ഓണത്തിന് അത്യാവശ്യം പാർട്ടികളുണ്ടായിരുന്നു, കമ്പനികളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവിതത്തിലെല്ലാം വേണമല്ലോ. പിന്നെ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ വെള്ളം പെട്ടെന്ന് കൊള്ളാതായി. സോ നമ്മുടെ ഡെയിലി യൂസിനുള്ള വെള്ളം, ഞാൻ താമസിക്കുന്ന 3-ാമത്തെ നിലയിലാണ്. അപ്പം ഡെയിലി യൂസിനുള്ള എല്ലാത്തിനുമുള്ള വെള്ളം നമ്മൾ താഴേന്ന് എടുത്തുകൊണ്ട് മേളിൽ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിപ്പോൾ ഒരു 10 ദിവസത്തോളം നീണ്ടു നിന്നായിരുന്നു. അപ്പോൾ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചത് ഈ ഒരു 4-5 ദിവസം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരു 1 വീക്ക് ഞാൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തില്ല ആക്ച്വലി. കാരണം എല്ലാ സ്ട്രെസ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജിമ്മിലെ ട്രെയിനിങ് ഉണ്ട്. ഞാനിപ്പോൾ ജിമ്മിൽ റീസെൻ്റ്ലി ഒരു 5-6 മാസമായിട്ട് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. നേരത്തെ ഞാനതില്ലായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് എടുക്കുന്നുണ്ട്. സോ 3-4 പേരെ മാക്സിമം എടുക്കത്തുള്ളൂ. കാരണം അതിൽ കൂടുതലായാൽ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുമല്ല, എടുക്കുന്നവർക്കും എന്തെങ്കിലും പ്രയോജനം വേണം, എനിക്കും എന്തെങ്കിലും പ്രയോജനം വേണം. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. സോ ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് തിരിച്ച് വർക്കൗട്ടിലേക്ക് ഞാൻ ചെയ്ത് വന്നപ്പോൾ ഒരു 10 ദിവസത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുവരെ ലൈറ്റായിട്ട് മാത്രമേ ഉള്ളായിരുന്നു വർക്കൗട്ട്. അപ്പോൾ ആ 10 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ ബോഡി റിക്കവർ ആകാൻ കുറച്ച് താമസം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആഴ്ച 4 ദിവസം മാത്രമേ വർക്കൗട്ട് ചെയ്തുള്ളൂ. അതും അപ്പർ ബോഡി ലോവർ ബോഡിയാണ് ചെയ്തത്. അതും ഒത്തിരി ഹെവി വെയിറ്റ് ഒന്നുമില്ല, ഒരു മീഡിയം ഇൻറ്റൻസിറ്റിയിലാണ്. നമ്മുടെ ബോഡി ഫുള്ളൊന്ന് മൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ നോക്കിയത്. ഓക്കെ. ബാക്കി 2 ദിവസം ഞാൻ ശ്രമിച്ചത്, നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വരും, അല്ലേ, മൊബിലിറ്റി കുറയും. സോ എൻ്റെ ഈ ഹാംസ്ട്രിങ് മസിൽസ് ഒക്കെ നല്ല ടൈറ്റാന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ആ മസിൽ ഗ്രൂപ്പുകളെല്ലാം നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാൻ, അതായത് ഒരു 30 മിനിറ്റെങ്കിലും നല്ലപോലെ സ്ട്രെച്ച് ചെയ്തു. സോ 4 ദിവസത്തെ വർക്കൗട്ടും 2 ദിവസത്തെ സ്ട്രെച്ചിങ്ങും 1 ഡേ ഫുള്ളി റെസ്റ്റും, അങ്ങനെയായിരുന്നു ഞാൻ ഈ വീക്കും ചെയ്തത്. മേ ബി അടുത്ത വീക്കും ഞാനൊരു 4 ഡേയ്സേ വർക്കൗട്ട് ചെയ്യത്തുള്ളായിരിക്കും. ഓക്കെ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴൊരു തിരിച്ച് കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം, ഡയറ്റിൽ. ഓണത്തിന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്.
പിന്നെ കുറച്ച് പാർട്ടികളുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കയറി വന്നപ്പോൾ തിരിച്ച് ആ പഴയ ഡയറ്റിലേക്ക് ഫുള്ളി ലോഡഡ് ആയിട്ട് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് നല്ല സ്ട്രെസ്ഫുൾ വീക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സോ ഈ സ്ട്രെസ്സ് കൂടുതലുള്ളപ്പോൾ നമ്മൾ പിന്നെ സ്ട്രെസ്സ് കൂട്ടാൻ വേണ്ടി ഡയറ്റ് കൃത്യമായിട്ട് നോക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. എസ്പെഷ്യലി നിങ്ങളൊരു 40 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളൊക്കെ ആണെങ്കിൽ, ഫാമിലിയും ബിസിനസ്സും ജോലിയും എല്ലാം കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ മുകളിൽ പിന്നെ സ്ട്രെസ് എന്ന് പറയുന്ന രീതിയിൽ ഡയറ്റും വർക്കൗട്ടും ഒരിക്കലും സെറ്റ് ചെയ്യരുത്. പക്ഷേ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം കഴിക്കുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ എല്ലാ കാലറിയും കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് നല്ലൊരു പ്ലാനല്ല. സോ ഞാൻ ഈ വീക്ക് നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ്ങിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ആക്ച്വലി ഓൺലൈൻ ട്രെയിനിങ്ങിന് മാറ്റം വരുത്തണമെങ്കിൽ 1 മാസം എടുക്കും. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റി നമ്മൾ ചിന്തിക്കും. കുറേ ചിന്തിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ സ്ട്രെസ്സായിട്ടുള്ളൊരു ഡയറ്റ് ഈ വീക്ക് നോക്കിയില്ല. അടുത്ത വീക്കും നോക്കത്തില്ല. കാരണം ഒരു 1 മന്ത് പിടിക്കും പുതിയ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. സോ എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. അതായത് നിങ്ങൾ അത്യാവശ്യം ചിന്തിക്കുന്ന ജോലിയാണ്, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്, ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് ചെയ്യേണ്ട ജോലിയാണെങ്കിൽ ഈ കീറ്റോ ഡയറ്റ് ഒന്നും കയറി നോക്കാൻ പാടില്ല. അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അത് ഒരുമാതിരിപ്പെട്ട മിക്ക ട്രെയിനേഴ്സിനും എന്തായാലും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ 30% എനർജി നമ്മുടെ ബ്രെയിനാണ് എടുക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആ ബ്രെയിനിന് പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്സാണ് പ്രൈമറി സോഴ്സ്. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ചിന്തിക്കാൻ പറ്റത്തില്ല. കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ ഒരു കീറ്റോ ഡയറ്റ് ഒരു 3 ദിവസം കഴിയുമ്പം ആരെങ്കിലും നമ്മളോട് ചോദ്യം ചോദിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കണമെങ്കിൽ 2-3 മിനിറ്റ് എടുക്കും. അതിൻ്റെ കാരണം എന്താ? ബ്രെയിൻ ഇത് പ്രോസസ്സ് ചെയ്ത് ചെല്ലുന്നില്ല. സോ നമ്മുടെ ബോഡിയെ ദ്രോഹിച്ചുകൊണ്ട് ഒരിക്കലും ഡയറ്റ് നിങ്ങൾ നോക്കാൻ പാടില്ല. മാന്യമായിട്ടുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത വീക്കും ഞാൻ ഡയറ്റ് നോക്കുന്നത് ഫുള്ളി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ല, പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് എണ്ണയ്ക്കകത്തുള്ള പരിപാടികളും അതുപോലെ ബേക്കറി ഐറ്റംസ് ഒന്നും ഞാനങ്ങനെ വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളതെല്ലാം മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള റൈസ്, ചിക്കൻ, ഫിഷ്, കറികൾ, സാമ്പാർ, അവിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തും. പക്ഷേ കറക്റ്റ് കാൽക്കുലേറ്റഡ് അല്ല, കറക്റ്റ് വേ ചെയ്തൊന്നും അല്ലായിരിക്കും കഴിക്കുന്നത്. പക്ഷേ അത്യാവശ്യം കുറച്ച് കൂടുതൽ കഴിക്കും. കാരണം എനർജി വേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞു, ഒരു ഓൺലൈൻ ട്രെയിനിങ് പുതിയൊരു ഫോർമാറ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എത്രമാത്രം ടൈം എടുക്കും, എത്രമാത്രം നമ്മൾ പ്ലാൻ ചെയ്യണം. സോ അങ്ങനെ ഒരു പ്രശ്നം ഡയറ്റിലുണ്ട്. പിന്നെ വേറൊരു കാര്യം, റെസ്റ്റ്, അതായത് സ്ലീപ്പിങ്ങിന് ഞാൻ ഇപ്പോൾ ഇച്ചിരി എന്തായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ലപോലെ ഉറങ്ങാത്ത ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. സോ എനിക്കിപ്പോൾ തിങ്കളാഴ്ച ഞാൻ ലേറ്റായിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ വർക്കൗട്ട് ചെയ്യില്ല. പക്ഷേ ഞാൻ എന്തായാലും രാവിലെ ഒരു 5 AM ആകുമ്പോൾ ഡെയിലി എണ്ണീക്കും. പക്ഷേ വർക്കൗട്ടൊന്നും ചെയ്യില്ല. അതും 5 AM ആകുമ്പോൾ എണ്ണിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ജിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ആ ദിവസം കുറച്ച് ലേറ്റായിട്ട് എന്താ പറയുന്നത് സ്ട്രെച്ച് ചെയ്യും, ബോഡി ഫുള്ളൊന്ന് സ്ട്രെച്ച് ചെയ്യും. കാരണം നമുക്കൊരു 40-നോടൊക്കെ അടുക്കുമ്പോൾ മസിൽസും ജോയിൻറ്റും എല്ലാം ഭയങ്കര സ്റ്റിഫ് ആവുന്നുണ്ട്. സോ സ്ട്രെച്ചിങ്ങൂടെ ഞാൻ അത്രയ്ക്ക് എൻ്റെ വർക്കൗട്ടുകളിൽ സ്ട്രെച്ചിങ് ഫോക്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നമ്മുടെ ജോയിൻസ് ഒക്കെ സ്റ്റിഫായി തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെച്ചിങ്ങൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ടത് കൊച്ചു പിള്ളേരെ പോട്ടെ, അതായത് ഒരു 25-30 വയസ്സ് വരെ എന്തായാലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ
30 കഴിഞ്ഞ് എസ്പെഷ്യലി 40-50 വയസ്സിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങളുടെ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ സ്റ്റിഫ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വീക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, വേറൊന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ ഈ വീക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരുപാട് സ്ട്രെസ്സുള്ള സമയമാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, പക്ഷേ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കാൻ പാടില്ല, നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. ഒരുപാട് സ്ട്രെസ്സുള്ള സമയത്ത് ബോഡിക്ക് ഇച്ചിരി ലൈറ്റ് ഫീൽ കൊടുക്കുക. കുറേ എന്തായിരുന്നു പറയുന്നത്, പ്രോട്ടീനും എല്ലാം കൂടെ കുത്തിക്കയറ്റി കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കുറയ്ക്കാൻ പാടില്ല നിങ്ങളുടെ ലൈഫ് സ്ട്രെസ്സിലാണെങ്കിൽ. അത് നിങ്ങളുടെ സ്ലീപ്പിങ്ങിനെയും ബാധിക്കും. അപ്പോൾ പിന്നെ സ്ലീപ്പിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും നമ്മുടെ ജിമ്മുകളിൽ അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഞാൻ ഈ വീക്കിൽ ഇത്ര പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പ്ലാൻ ചെയ്തതല്ല, എൻ്റെ മനസ്സിൽ ഇത്രേ വന്നിട്ടുള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനിയും ഇടും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടും. കാരണം എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ടൊരു ധാരണ നാളെ കിട്ടണമല്ലോ. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ.